ഇന്ത്യൻ യാത്രാ വിമാനം പാകിസ്ഥാനിൽ വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞല്ലോ, ഒന്നും മനസ്സിലായില്ല. നാളെ ഒരു പക്ഷേ നമ്മുടെ പത്രങ്ങളിൽ വരാവുന്ന ഒരു വാർത്തയാണ്. ഏറ്റവും നിർഭാഗ്യകരമായ വാർത്തയാണ്. അങ്ങനെ ഒരു വാർത്ത വരാതിരിക്കട്ടെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കട്ടെ. എന്നാൽ പോലും ഇന്ത്യയുടെ ഒരു യാത്രാ വിമാനം പാകിസ്ഥാൻ്റെ വ്യോമാതിർത്തിയിലേക്ക് കയറുന്നു. പാകിസ്ഥാൻ എയർ കൺട്രോൾ സിസ്റ്റം വിമാനത്തിലേക്ക് ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്, എന്താണെന്ന് ചോദിക്കുന്നു. നമ്മുടെ വൈമാനികർക്ക് മറുപടി കൊടുക്കാൻ കഴിയാതെ വരുന്നു. എന്ത് സംഭവിക്കും? അറ്റാക്ക് അവർ ഷൂട്ട് ചെയ്യും, അല്ലേ? ഒന്നുകിൽ അവർ ആൻറ്റി എയർക്രാഫ്റ്റ് മിസൈൽ അയക്കും, അല്ലെങ്കിൽ പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ F-16 വിമാനങ്ങൾ വന്ന് നമ്മുടെ വിമാനത്തെ വെടിവെച്ചിടും. അത് ലോകത്തെല്ലാ രാജ്യവും അങ്ങനെയാണ്. അവരുടെ എയർ സ്പേസിലേക്ക് അനുമതിയില്ലാതെ ഒരു വിമാനം കയറി വന്നാൽ അവർ ചോദിക്കും, നിങ്ങൾ ആരാണ്, എന്താണ്, തിരിച്ചു പോകുമെന്ന് പറയും. എന്നിട്ട് റെസ്പോണ്ട് ചെയ്തെങ്കിൽ ഉറപ്പാണ് ഏത് രാജ്യവും ഷൂട്ട് ചെയ്യും. അത് സ്വാഭാവികമാണ്. നമ്മുടെ വിമാനങ്ങൾക്ക് അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു വലിയ ചതി ഇറാൻ മുതൽ പാകിസ്ഥാൻ വരെയുള്ള വ്യോമപാതയിൽ സംഭവിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരം വ്യോമയാന വകുപ്പിലെ സഹമന്ത്രിയായ മുരളീധർ മോഹർ ഇന്നലെ ലോക്സഭയിൽ പറഞ്ഞെന്ന് മാത്രമല്ല, ഇങ്ങനെ നമ്മുടെ വിമാനങ്ങളൊക്കെ എങ്ങനെ ആകാശത്തൂടെ പോകുന്നത്, എങ്ങനെ വഴി കണ്ടുപിടിക്കും എന്നൊക്കെ ഒരു ചോദ്യമുണ്ടല്ലോ. എങ്ങനെ ഇപ്പോൾ അമേരിക്കയ്ക്ക് പോകുന്നു, അമേരിക്കയ്ക്ക് പോയാൽ തന്നെ അവിടുത്തെ ന്യൂജേഴ്സിയിൽ ഇറങ്ങുന്നു, അല്ലെങ്കിൽ ന്യൂയോർക്കിൽ ഇറങ്ങുന്നു, എങ്ങനെ കൃത്യമായി വിമാനത്താവളങ്ങൾ കണ്ടുപിടിക്കുന്നു? അവിടെ സൈൻ ബോർഡൊന്നും ഇല്ല ആകാശത്ത്, അങ്ങോട്ട് ഇടത്തോട്ട് പോകാൻ വലത്തോട്ട് പോകുന്നത്. പിന്നെ ഇത് കൃത്യമായും GPS ഉൾപ്പെടെയുള്ള നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഇന്നലെ മന്ത്രി മുരളീധർ മോഹൻ ഇന്നലെ പാർലമെൻറ്റിൽ പറഞ്ഞത്, നവംബർ 2023 മുതൽ ഫെബ്രുവരി 2025 വരെ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, അല്ലേ, 4 മാസത്തിനുള്ളിൽ നമ്മുടെ വിമാനങ്ങളുടെ വഴിതെറ്റിക്കാൻ, ദിശ നഷ്ടപ്പെടുത്താൻ വേണ്ടിയുള്ള 465 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 4 മാസത്തിനുള്ളിൽ 465 എന്ന് പറഞ്ഞാൽ ഒരു മാസം 100, അല്ലേ? അതെ. ഒരു ദിവസം 3 അല്ല 4, 3 പ്ലസ് ഉണ്ടായല്ലേ. ഒരു മാസം 100 ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മിനിമം 3 വിമാനങ്ങളെയെങ്കിലും ഇങ്ങനെ വഴിതെറ്റിക്കാനും അവരുടെ സിഗ്നൽസ് ജാം ചെയ്യാനുള്ള സംവിധാനങ്ങൾ നടക്കുന്നു എന്നുള്ള അതിഭീകരമായ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇന്നലെ പാർലമെൻറ്റിൽ പറഞ്ഞത്. എനിക്ക് അതിനേക്കാൾ എന്നെ ഞെട്ടിക്കുന്നത്, ഇത്രയും നിർണായകമായ നമ്മുടെ വ്യോമയാത്രയുടെ സുരക്ഷയെ സംബന്ധിക്കുന്ന അതീവ ഭീകരമായ ആശങ്കാജനകമായ ഒരു സംഭവം ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിൽ ഒരൊറ്റ പത്രത്തിൽ, ഒറ്റ ചാനലിൽ വാർത്തയില്ല. അപ്പോൾ നമ്മുടെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഏത് തരത്തിലാണ് പോകുന്നത് എന്നതിൻ്റെ ഒരു ക്ലാസിക് ഉദാഹരണം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മളെപ്പോലെയുള്ള ഓൺലൈൻ മീഡിയകളുടെ ഒരു പ്രസക്തി. നമ്മുടെ മാധ്യമങ്ങൾ കാണാതെ പോവുകയും അറിയാതെ പോവുകയും ചെയ്യുന്ന കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. അപ്പോൾ GPS സ്പൂഫിംഗ് ആൻഡ് ജാമിംഗ് എന്ന് പറയുന്ന ഒരു ഭീകര പ്രവർത്തനം വളരെ കാര്യമായി നമ്മുടെ ഇറാൻ മുതൽ പാകിസ്ഥാൻ വരെയുള്ള വ്യോമപാതയിൽ സംഭവിക്കുന്നുവെന്ന് ഇന്നലെ മന്ത്രി പറഞ്ഞു. അമൃതസർ ജമ്മു, അതായത് പഞ്ചാബിൻ്റെ തലസ്ഥാനമായ അമൃത്സർ മുതൽ ജമ്മു വരെയുള്ള റീജിയണിലാണ് ഇത് ഏറ്റവും കൂടുതൽ സംഭവിച്ചിരിക്കുന്നതും മന്ത്രി പറയുകയുണ്ടായി. അപ്പോൾ ഏവിയേഷൻ്റെ ഒരു സൈറ്റുണ്ട്, ഏവിയേഷൻ കാര്യങ്ങൾ നോക്കുന്ന ഒരു സൈറ്റാണ് സ്കൈ ബ്രാറി എന്ന് പറഞ്ഞ സൈറ്റ്. അവരുടെ സൈറ്റിൽ പറയുന്നുണ്ട്, വെസ്റ്റ് ഏഷ്യ, കരിങ്കടലിലും കരിങ്കടലിന് മുകളിലും വെസ്റ്റ് ഏഷ്യ മേഖലയിൽ ഇതൊക്കെ സംഘർഷ ഭൂമിയാണ്. ഈ മേഖലകളിലൂടെ സഞ്ചരിക്കുന്ന വിമാനങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് സ്കൈ ബ്രാറി ഇന്നലെ അവരുടെ സൈറ്റിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഏവിയേഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ആധികാരികമായ വിവരങ്ങൾ കൊടുക്കുന്ന ഒരു സൈറ്റാണിത്. അവർ പറയുന്നു, അപ്പോൾ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, ഈ സിസ്റ്റത്തെ ആശ്രയിച്ചിട്ടാണ്, അതായത് ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ ഗ്ലോബലി ലോകം മുഴുവനുള്ള വിമാനയാത്രികർ അല്ലെങ്കിൽ വിമാനയാത്രയ്ക്ക് വേണ്ടി പൈലറ്റുമാർ ആശ്രയിക്കുന്ന ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തെയാണ്. ഈ സിസ്റ്റത്തെ വ്യാജ സാറ്റലൈറ്റ് സിഗ്നൽസ് കൊണ്ട് കുഴപ്പത്തിലാക്കുകയാണ് ചെയ്യുന്നതെന്നാണ് സ്കൈ ബ്രാറി പറയുന്നത്. അതായത് ഏതോ സാറ്റലൈറ്റിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. അതായത് നിലവിലുള്ള സാറ്റലൈറ്റിനെ ആശ്രയിച്ചിട്ടാണ് ഈ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇതിനെ വേറെ സാറ്റലൈറ്റ് സിഗ്നൽ കൊണ്ട് തടസ്സപ്പെടുത്തും. എന്നിട്ട് അവർ കൊടുക്കുന്നതിന് പകരമായി വേറെ ഫേക്ക് ആയിട്ടുള്ള സിഗ്നൽസ് കൊടുക്കും. അപ്പോൾ വഴി മാറിപ്പോകും. അപ്പോൾ ഏതൊരു വിമാനത്തെയും എങ്ങനെ വേണമെങ്കിലും വെടിതെറ്റിച്ചു വിടാം. പക്ഷേ നമുക്കിപ്പോൾ ഇത് കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. പല വിമാനങ്ങൾക്കും പൈലറ്റുമാർക്കും പെട്ടെന്ന് ഈ സംഭവം, എന്തോ ഒരു അപകടം സംഭവിക്കുന്നു, ഞങ്ങളുടെ സിഗ്നൽസ് ജാം ആവുന്നു, ഒന്നെങ്കിൽ സിഗ്നൽ ജാമാക്കും, അല്ലെങ്കിൽ വന്നിരിക്കുന്ന റൂട്ട് പെട്ടെന്ന് ഡീവിയേറ്റ് ചെയ്യാൻ പറയും.
അങ്ങനെ വന്നപ്പോൾ ഇവർ ഗ്രൗണ്ട് കൺട്രോളുമായി ബന്ധപ്പെട്ടപ്പോഴത്തേക്കാണ് ഒരു മാറ്റവും ഇല്ലല്ലോ, സിഗ്നൽ ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴാണ് വരുന്ന സിഗ്നൽ വേറെയാണ്, വന്നുകൊണ്ടിരിക്കുന്ന സിഗ്നൽ ജാം ചെയ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ വേറെ ചില പ്രത്യേക മേഖലകൾ വെച്ച് ചില പ്രത്യേക മേഖലകളിലാണ് ഇതിപ്പോൾ റഷ്യൻ മേഖലകളിൽ പോകുന്നു. റഷ്യൻ എയർ സ്പേസിലും ഇതുണ്ടെന്ന് പറയുന്നു. കാരണം റഷ്യൻ എയർ സ്പേസിലുണ്ട്, അവിടെ യുദ്ധം നടക്കാണ്. അപ്പം സംഘർഷമുള്ള മേഖല, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ട്, ഇറാന്റെ മേഖലയിൽ സംഘർഷമുണ്ട്, റഷ്യൻ മേഖലയിൽ സംഘർഷമുണ്ട്. ഇതിലൂടെ പോകുന്ന വിമാനങ്ങളെയാണ് വഴിതെറ്റിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ആരായിരിക്കും? അതിൻ്റെ പിന്നിൽ ആരായിരിക്കും എന്നുള്ള ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. മന്ത്രിയോട്ട് പറഞ്ഞുമില്ല. സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇത് സംബന്ധിച്ച് അസാധാരണമായ ഒരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. അത്തരം നോട്ടീസുകൾ അങ്ങനെ ഇറക്കാറില്ല. വലിയൊരു കാഷ്വാലിറ്റി, വലിയ ആശങ്കയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇത്തരം നോട്ടീസ് ഇറക്കുന്നത്. എയർമൻ നോട്ടീസ് എന്ന് പറയും. എയർമൻ നോട്ടീസിലൂടെ പറയുന്നു ഇത്തരം ആശങ്കാജനകമായ സ്ഥിതിവിശേഷം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. 404 മാസത്തിനുള്ളിൽ 465 സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അതെല്ലാം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് അല്ലേ? എന്തെങ്കിലും അപകടം ഉണ്ടായി, വഴിതെറ്റിപ്പോവുക, സിഗ്നൽ ജാമായി പോകുന്നു, വേറെ രാജ്യത്തിന് അതിർത്തി ചെല്ലുന്നു. ഇപ്പോൾ അഫ്ഗാനിൻ്റെ അതിർത്തിയിലോ അല്ലെങ്കിൽ ഇറാൻ്റെ അതിർത്തിയിലേക്ക് എന്നിരിക്കട്ടെ ഒരു വിമാനം, ഏത് വിമാനം എന്നറിയാതെ അവരുടെ എയർ സ്പേസിലേക്ക് ഒരു വിമാനം വരുന്നു. ആരാണെന്ന് ചോദിക്കുന്നു, മറുപടിയില്ല. ഉറപ്പായിട്ടും ഇറാൻ ആക്രമിക്കും. ഇറാൻ കരുതി ഇസ്രായേൽ ആയിരിക്കും എന്ന് ഓർക്കും, അല്ലെങ്കിൽ അമേരിക്കയാണെന്ന് ഓർക്കും. ഇത് പാകിസ്ഥാൻ്റെ മുകളിലാണെങ്കിൽ ചിലപ്പോൾ നമ്മളാണെന്ന് അറിഞ്ഞാൽ തന്നെയും പാകിസ്ഥാൻ പിടിച്ചു പോകും. ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റ് മുകളിൽ വന്ന് ഞങ്ങളുടെ മുകളിൽ കൂടെ കറങ്ങുന്നു, എന്താണെന്ന് അറിയുന്നു, ചോദിച്ചത് മറുപടിയില്ല. അപ്പം ഇതിനകത്തിരിക്കുന്ന 100 കണക്കിന് യാത്രക്കാരല്ലേ ഇരിക്കുന്നത്. ഏതെല്ലാം രാജ്യത്തെ യാത്രക്കാർ, നമ്മുടെ രാജ്യത്തെ യാത്രക്കാർ ഉൾപ്പെടെ. ഇവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ജീവഹാനി ഒഴിവാക്കപ്പെട്ടത് നമ്മുടെ പൈലറ്റുമാരുടെയും നമ്മുടെ എയർ ട്രാഫിക് കൺട്രോളിൻ്റെയും സമയോചിതമായ ഇടപെടലുകൊണ്ടാണ്. അപ്പോൾ ഈ എയർമൻ നോട്ടീസിനകത്ത് പറയുന്നത് GPS തെറ്റിക്കൽ പരിപാടി നിരന്തരം നടക്കുന്നുണ്ട് എന്നതുകൊണ്ട് അതീവ ജാഗ്രത പാലിക്കണം. എന്നിട്ട് ഈ നമ്മുടെ സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല യൂറോപ്യൻ എയർ സേഫ്റ്റി ഏജൻസിയും ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ കൊടുത്തു. എന്നിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ GPS-നെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട, ഗ്രൗണ്ട് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റത്തെ ആശ്രയിക്കുക. പാരലായിട്ട് GPS-നൊപ്പം തന്നെ ഗ്രൗണ്ട് ബേസ്ഡ്, അതായത് ഭൂമിയിൽ നിന്ന് ഇപ്പോൾ കൊച്ചിയുടെ ആകാശത്തോടെ ഒരു ഫ്ലൈറ്റ് പോവുകയാണ്, നമ്മുടെ നെടുമ്പാശ്ശേരിയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ വെണ്ടുരുത്തിയിലെ നേവൽ എയർ ബേസിൽ നിന്നോ കൊടുക്കുന്ന സിഗ്നൽസ് ഉണ്ടല്ലോ, അതുകൂടാതെ നമ്മുടെ പലയിടത്തും, ഇതുകൂടാതെ എയർപോർട്ടിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ നമ്മുടെ ഈ കൊച്ചി എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ഫ്ലൈറ്റ്സ് എയർപോർട്ടിൽ ഇറങ്ങാതെ നേരെ കുറേ കിലോമീറ്റർ മുന്നോട്ട് പോയിട്ട് ഭൂതത്താങ്കെട്ട് വരെ പോകും. എന്നിട്ടാണ് കറങ്ങി തിരിച്ചു വന്നിട്ടാണ് ലാൻഡ് ചെയ്യുന്നത്. നേരെ വന്ന് ടപ്പേന്ന് എയർപോർട്ടിൽ ഇറങ്ങുമല്ല, അത് വന്നിറങ്ങുന്നതിന് മുമ്പ് വന്ന സ്പീഡിൽ കുറേ മുന്നോട്ട് പോയി നമുക്ക് ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ കാണാം ഭൂതത്താങ്കെട്ട് ഡാമിൻ്റെ അവിടെ വരെ ചെല്ലും. അവിടെ ചെന്നിട്ട് അവിടുന്ന് തിരിഞ്ഞ് വന്നിട്ടാണ് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ വിൻഡോ സീറ്റിൽ ഇരുന്നാൽ കാണാം ഭൂതത്താങ്കെട്ടിനടുത്ത് എത്തുമ്പോൾ അവിടെ ഒരു സിഗ്നൽ സ്റ്റേഷനുണ്ട്, അവരും സിഗ്നൽസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ എയർപോർട്ടിനടുത്തും എയർപോർട്ടിൻ്റെ കുറേ ദൂരം മാറിയും ഒക്കെ ഗ്രൗണ്ട് സ്റ്റേഷൻസ് ഒരുപാടുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന സിഗ്നൽസ് കൂടെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിരിക്കുക. അതായത് ഇനി GPS-നെ മാത്രം ആശ്രയിച്ച് വിമാനങ്ങൾ പറത്തരുത്. ഒപ്പം തന്നെ പാരലായിട്ട് ഗ്രൗണ്ട് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ തറയിലുള്ള ഭൂമിയിലുള്ള നാവിഗേഷൻ സിസ്റ്റത്തിൻ്റെ സംവിധാനം കൂടി ഉപയോഗിച്ച് പറക്കണമെന്നുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ശിഥിലീകരിക്കാൻ, രാജ്യത്തിന് ഡാമേജ് ഉണ്ടാക്കാൻ, അല്ലെ രാജ്യത്ത് വലിയ കാഷ്വാലിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ പ്രധാനമായും റൂട്ട് പറഞ്ഞല്ലോ, അമൃത്സർ മുതൽ ജമ്മു വരെയുള്ള റീജിയൻ വ്യാപകമായി ഇതിൻ്റെ ഒരു കെടുതിയിൽപ്പെടുന്നുണ്ട്. അപ്പോൾ ആരാണ് ഇത് സാറ്റലൈറ്റ് വരെ ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ സാറ്റലൈറ്റ് സിഗ്നൽസിനെ ജാം ചെയ്തിട്ട് അതിന് വേറെ സ്പൂഫ് ചെയ്ത സാധനം കയറ്റിവിട്ടിട്ടാണ് വിമാനങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമം നടക്കുന്നതെന്നാണ് ഇപ്പോൾ മന്ത്രി ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന ഉണ്ടാവും. അപ്പോൾ നമ്മളോടിപ്പം പാർലമെൻറ്റിൽ ഇപ്പം മന്ത്രി പറഞ്ഞപ്പോൾ അതിൻ്റെ ഗൂഢാലോചന, ഇതിൻ്റെ പിന്നിൽ ഏത് രാജ്യത്തിൻ്റെ പങ്കാണ്, ഏതെങ്കിലും തീവ്രവാദ സംഘടനയാണോ, ഇതൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ഒരു പക്ഷേ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ടായിരിക്കാം. ഏതായാലും ഇത്രയും വിവരങ്ങൾ പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിമാനയാത്രയെ അപകടപ്പെടുത്താൻ ഉള്ള ശ്രമം നടക്കും. ഇനി അതിൻ്റെ വേറെ കാഷ്വാലിറ്റി, ഒരു കോൺസിക്വൻസ് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഒരു വിമാനം സപ്പോസാണ് ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, നമ്മൾ വെറുതെ ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറയുക, അങ്ങനെ സംഭവിക്കാനേ പാടില്ല. നമ്മുടെ ഒരു വിമാനം ഇതുപോലെ ഈ സ്പൂഫിങ്ങിൽപ്പെട്ട് വഴിതെറ്റിച്ച് പാകിസ്ഥാൻ ലാഹോറിന് മുകളിലെത്തി. ലാഹോറിൽ നിന്ന് അവർ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്, എന്താണെന്ന് ചോദിക്കുന്നത്, മറുപടിയില്ല. വീണ്ടും അവർ പറയുന്നു തിരിച്ചു പോകുമെന്ന് പറയുന്നു, തിരിച്ചു പോകുന്നില്ല. അവരെന്ത് ചെയ്യും? അവർ ഫയർ ചെയ്യും. ഒന്നെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കരയിൽ നിന്ന് വിമാനവേദ തോക്കുകൾ ഉപയോഗിച്ചിട്ട് വെടിവെക്കും, അല്ലെങ്കിൽ യാത്രാ വിമാനം വേണം തകർന്നു പോകും, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ എയർഫോഴ്സ് വന്നിട്ട് നമ്മുടെ വിമാനത്തെ അറ്റാക്ക് ചെയ്യും. പിന്നെ എന്തായിരിക്കും സംഭവിക്കുക? യുദ്ധമാണ്. പിറ്റേ ദിവസം ഇന്ത്യ തിരിച്ചടിക്കും. അപ്പോൾ ഇതിലേക്ക് ഏതെങ്കിലും ഒരു ചിദ്രശക്തി, ഒരു രാജ്യമാവട്ടെ ഭീകരവാദ സംഘടനയാവട്ടെ, ഇത്തരത്തിൽ വിമാനങ്ങളെ വഴിതെറ്റിക്കാൻ, അട്ടിമറിക്കാൻ ശ്രമം നടത്തിയാൽ അത്
അതിഭീകരമായ കെടുതിയിലേക്കാണ് പോകുന്നത്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള, പ്രത്യേകിച്ച് പാകിസ്ഥാനും ഇന്ത്യയും ആണവ രാജ്യങ്ങളാണ്. നമ്മുടെ ഒരു യാത്രാ വിമാനത്തെ അകാരണമായി പാകിസ്ഥാൻ വെടിവെച്ചിട്ടാൽ, ഇപ്പോൾ നമ്മൾ സംശയിക്കുന്ന ഒരു പക്ഷേ പാകിസ്ഥാൻ തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിൽ, പാകിസ്ഥാൻ ബന്ധമുള്ള തീവ്രവാദ സംഘടനകളായിരിക്കാം എന്ന് നമ്മൾ കരുതുന്നു. അങ്ങനെ അവർ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ പാകിസ്ഥാനെ ആക്രമിക്കും. പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കെ, പണ്ടത്തെ പോലെയൊന്നുമില്ല, വീട്ടിൽ കയറി അടിക്കുന്നു നരേന്ദ്രമോദി പറഞ്ഞിട്ടുമുണ്ട്, തെളിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ സംഭവം, ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്പൂഫിംഗ് ആൻഡ് സിഗ്നൽ ജാമിംഗ് എന്ന് പറയുന്നത് കൊച്ചു കളിയല്ല. സാറ്റലൈറ്റിൽ നിന്നുള്ള സിഗ്നലുകളെയാണ് ഇവർ മാറ്റി റീപ്ലേസ് ചെയ്ത് വേറെ വെച്ചിട്ട് വിമാനങ്ങളെ വഴിതെറ്റിക്കുന്നത്. അതീവ അതിഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ വിമാനങ്ങൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇന്നലെ പാർലമെന്റിൽ പറഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.